ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക്, മിൻ അൻഫുസിക്കും നിങ്ങളിൽ നിന്ന്, അസ്വാജൻ ഇണകളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഹവ്വയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. പിന്നെ അതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ ലക്കും മിൻ അൻഫുസിക്കും ഇവിടെയൊക്കെ അഭിസംബോധന ഉണ്ടല്ലോ, ഖിതാബ്, അഭിസംബോധന. ആരോടാണ് അഭിസംബോധന? ഈ അർത്ഥപ്രകാരം ആണുങ്ങളോടാണ് അഭിസംബോധന. ആണുങ്ങളോടാണ് അഭിസംബോധന. നിങ്ങൾ ആണുങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്ത് ഇണകളെ പഠിച്ചു എന്നുള്ളത്. ഇമാം തബരിയൊക്കെ ആ അഭിപ്രായത്തെയാണ് മുഖവിലേക്ക് എടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇതുപോലത്തെ ആയത്ത് വേറെയുണ്ട്. ഇവിടെ അൻ ഖലഖ ലക്കും എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം ആണുങ്ങളല്ല, പിന്നെയോ മാനവർ, മനുഷ്യർ. നിങ്ങൾ ആൺ പെൺ ഉൾപ്പെടെയുള്ള മനുഷ്യർ, ബനുൽ ബഷർ, മാനവകുലം. അൻ ഖലഖ ലക്കും നിങ്ങൾ മാനവർക്ക് സൃഷ്ടിച്ചു, മിൻ അൻഫുസിക്കും നിങ്ങളുടെ അൻഫുസ് എന്ന് പറഞ്ഞെങ്കിൽ മിൻ നൗഇക്കും മിൻ ജിൻസിക്കും നിങ്ങളുടെ വർഗത്തിൽ നിന്ന്, നിങ്ങളുടെ വർഗത്തിൽ നിന്ന്. അവിടെ ഉദ്ദേശം ജിൻസ്, വർഗം, അല്ലെങ്കിൽ നൗ, തരം, ഇനം. നിങ്ങൾ മനുഷ്യകുലത്തിന് നിങ്ങളുടെ വർഗത്തിൽ നിന്നുള്ള അസ്വാജൻ, ഇണകളെ എന്ന് പറഞ്ഞെങ്കിൽ, അപ്പോൾ ഈ അസ്വാജൻ എന്ന് പറഞ്ഞെങ്കിൽ ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്, ആണിന് പെണ്ണ്, പെണ്ണിനാണ്. സൗജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? സൗജ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നിൻ്റെ ജോഡിയാണ്, ഒന്നിന് പിന്നെ ഒരു ജോഡി, അതാണ് സൗജ്. അപ്പോൾ അസ്വാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇണകൾ, ആണിന് പെണ്ണ്, പെണ്ണിനാണ്, ഇങ്ങനെ ഇണകളെ സൃഷ്ടിച്ചു എന്നത് മിൻ ആയാതിഹി എന്നാണ്. അതെന്തിനാണ് അങ്ങനെ? നിങ്ങളുടെ അതേ വർഗത്തിൽ നിന്നുള്ള ഇണയെ എന്തിനാണ് സൃഷ്ടിച്ചത്? ലി തസ്കുനു ഇലൈഹ, തസ്കുനു ഇലൈഹ. അവിടെ നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ലി തസ്കുനു മഅഹ, അവളോടൊത്ത്, അല്ല ഈ ഇണയോടൊത്ത്. ഇവിടെ ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ, ഇലൈഹ എന്ന് പറഞ്ഞാൽ ഈ അസ്വാജിലേക്കാണ് ഇതിന് മടക്കം. ഇണകളിൽ നിങ്ങൾ സമാധാനം കാണാൻ, ഇണകളിലേക്ക് നിങ്ങൾ ചായാൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഇലൈഹ എന്ന് പറഞ്ഞാൽ ഇലൽ അസ്വാജ്, അവിടെ സ്ത്രീകളല്ല. അപ്പോൾ ഉദ്ദേശം എന്താണ്? ഇണകളിൽ നിങ്ങൾ സമാധാനം കാണുന്നതിന് വേണ്ടി, സമാധാന ജീവിതം അനുഭവിക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ ഇലൈഹ എന്ന് പറഞ്ഞാൽ ഇലൽ അസ്വാജ്, ആണ് എന്ത് ചെയ്യണം? പെണ്ണിൽ സമാധാനം കാണണം, പെണ്ണ് ആണിൽ സമാധാനം കാണണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നിങ്ങൾക്കുള്ള ഇണകളെ എന്ത് ചെയ്ത് നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ വർഗത്തിൽ തന്നെ ആക്കിയത്. വർഗം വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വലൈക്കും സ്സലാം, വ്യത്യസ്ത വർഗമാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഈ സമാധാനം ജീവിതം കാണാൻ പറ്റില്ല. ഇവിടെ തസ്കുനു ഇലൈഹ എന്നാണ്, ഇല എന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ ലി തസ്കുനു ഇൻദഹ എന്ന് പറഞ്ഞില്ല, ഇണകളുടെ അടുക്കൽ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ മഅഹ, ഇണകളോടൊത്ത് എന്ന് പറഞ്ഞില്ല. പിന്നെ ലി തസ്കുനു ഇലൈഹ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇല പ്രയോഗിച്ചപ്പോൾ ഇവിടെ ഇത്മഅന്ന, ശാന്തി കണ്ടെത്തുക, ഇത്മഅന്ന ഇല എന്ന് പ്രയോഗിക്കുക. അതേപോലെ തന്നെ മാല ഇല, മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു, മാല ഇല, ഒരാളിലേക്ക് ചാഞ്ഞു.
അപ്പോൾ ഇണകളിൽ അവരിലേക്ക് ഉത്സുകരായി അവരിലേക്ക് എന്ത് ചെയ്തു ചാഞ്ഞുകൊണ്ടുള്ള ജീവിതം, അങ്ങനെ സമാധാനം കാണാനുള്ള ജീവിതം, അതിനു വേണ്ടിയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വർഗം മാറാൻ പാടുള്ളതല്ല. മനുഷ്യർ മൃഗങ്ങൾ, മനുഷ്യരല്ലാത്തപ്പോൾ ജിന്നുകൾ, ഒരു മസലയാണ് ഇതിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുമ്പൊരു കല്യാണം നടന്നു. ഒരു മനുഷ്യനൊരു പശുവിനെ കല്യാണം കഴിച്ചു. അതേപോലെ തന്നെ പട്ടിനെ കല്യാണം കഴിച്ച ചരിത്രം ചില നാടുകളുണ്ടല്ലോ, അത് അത്ഭുതങ്ങളുടെ നാടാണ്. അതിൽ കല്യാണത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ അത്ഭുതങ്ങൾ. ആണിനെ കെട്ടുക, പെണ്ണിനെ കെട്ടുക, അങ്ങനെ അത് മൃഗങ്ങളെ, പട്ടിനെ വരെ കെട്ടുക, പശുവിനെ കെട്ടുക, കല്യാണം കഴിക്കുക. ഒരിക്കലും എന്താണ് വർഗം മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ലിതസ്കുനു ഇലൈഹ എന്നുള്ളത് ഉണ്ടാവില്ല. സൂറത്തുൻ നഹ്ലിൻ്റെ 72-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു ജഅല ലക്കും നിങ്ങൾക്ക് സൃഷ്ടിച്ചു, മിൻ അൻഫുസികും നിങ്ങളുടെ വർഗത്തിൽ നിന്നുള്ള അസ്വാജൻ ഇണകളെ. അല്ലാഹു പറയാണ് വജഅല മിൻ അസ്വാജികും നിങ്ങളുടെ ഇണകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു ബനീന വഹഫദ. ബനീന എന്ന് പറഞ്ഞാൽ സന്തതികൾ, ഹഫദത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഹഫദ, ഹഫീദ്, ഹഫദ എന്ന് പറഞ്ഞാൽ പേരമക്കൾ, പേരമക്കൾ അവരെയും പടച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞു, മിൻ അൻഫുസികും എന്നുള്ളത്. അതെന്തിനു വേണ്ടി? അത് ലിതസ്കുനു ഇലൈഹ എന്നാണ്. അവളിലേക്ക് അല്ലെങ്കിൽ അവനിലേക്ക്, അവനിലേക്ക് ചാഞ്ഞ്, അവൻ അവളിലേക്ക് ചാഞ്ഞ് ജീവിക്കാൻ, സമാധാനം കാണാൻ, ശാന്തി അടയാൻ എന്നതാണ് അതിൻ്റെ പൊരുൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിതസ്കുനു ഇലൈഹ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണല്ലോ, നിങ്ങളുടെ വർഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇണകൾ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയെന്ന് പറയല്ലേ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത്, ഒരിക്കലും മനുഷ്യർ ജിന്നുകളെ കല്യാണം കഴിക്കുക എന്നുള്ളത് അത് പാടുള്ളതുമല്ല ശരിയുമല്ല. ചിലരങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യർക്ക് ജിന്നുകളെ ഇണകൾ, പിന്നെ മനുഷ്യർ ജിന്നിനെ കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ചിലരുണ്ട്. ഈ അബുൽ ഹസൻ അൽ മാവർദി ഈ വളരെ ശക്തമായിട്ടാണ് ഈ വിഷയം എതിർത്ത് സംസാരിച്ചത്. മാവർദി ഷാഫി പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർക്ക് ഒരു വീക്ഷണമുണ്ട്, ഈ മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള ഈ വിവാഹം അത് സാധ്യമാണോ പാടുണ്ടോ എന്നുള്ളതിൽ. പക്ഷേ അബുൽ ഹസൻ അൽ മാവർദി അത് ശക്തമായി എതിർത്തു. അദ്ദേഹം എതിർക്കാൻ കാരണം ഒന്നിതാണ്, ലി തബായുനിൽ ജിൻസ്. വർഗം എന്താണ്? വർഗം രണ്ടും വ്യത്യസ്തമാണ്, വിരുദ്ധ വർഗമാണ്. അതേ പറയാണ്. അതേപോലെ തന്നെ വലി ഇഖ്തിലാഫി തബായ, പ്രകൃതം വ്യത്യസ്തമാണ്. ജിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ഏതിൽ നിന്നാണ്? മിൻ മാരിജിൻ മിന്നാർ അല്ലേ? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതോ സൽസാലിൻ കൽ ഫഖാർ, സൽസാലിൻ കൽ ഫഖാർ. മനുഷ്യൻ സൽസാലിൻ കൽ ഫഖാറിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ ജിന്ന് സൃഷ്ടിക്കപ്പെട്ടത് മിൻ മാരിജിൻ മിന്നാർ. വർഗം തന്നെ രണ്ടും വ്യത്യസ്തമാണ്, പിന്നെ പ്രകൃതവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിക്കണത് എന്തിനാ? സങ്കലനത്തിനല്ലേ. ഇംതിസാജ് അത് അസാധ്യമാണ്. പിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, രണ്ടിൻ്റെയും പ്രകൃതം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് ഗർഭധാരണം, പിന്നെ സന്താനോൽപാദനം, അതൊക്കെ അസാധ്യമാണ്. മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഇത് ഒരിക്കലും എന്തല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് മതപരമായിട്ടൊട്ട് സാധുതയുള്ള വിഷയവുമല്ല. അഹ്മദ് അമീൻ ഷൻഖീത്തി തഫ്സീറിൽ ഈ മസല കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇവിടെ പറഞ്ഞു അൻ ഖലഖലകും മിൻ അൻഫുസിക്കും. സൂറത്തു നഹ്ലിൽ പറഞ്ഞു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളുടെ വർഗത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇണകളെ തന്നിട്ടുള്ളത്, മറ്റൊരു വർഗത്തിൽ നിന്നല്ല. അതുകൊണ്ട് ആരെങ്കിലും ജിന്നിന്ന് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ജിന്നിന്ന് കല്യാണം കഴിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, ഒരിക്കലും അത് ശരിയല്ല, അത് സാധ്യവും അല്ല എന്നുള്ളതാണ്. ഇത് നടക്കൂല. തസ്കുനു ഇലൈഹ, ഒരാൾ അങ്ങനെ ഒരു വിവാഹം വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ നസ്സിനെതിരാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ ഇവിടെ സഹാബികൾ ജീവിച്ച കാലത്ത് അങ്ങനെയൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വിവാഹം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഖലാസ്, അതതിലൊരു മസല. ഈ ആയത്ത് വ്യക്തമായ തെളിവാണ് മനുഷ്യനല്ലാത്തൊരു വർഗത്തെ പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് സമീപിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല എന്നുള്ളതിന്. രണ്ടാമത്തെ ഒരു വിഷയം, അള്ളാഹു പറഞ്ഞു ലിതസ്കുനു ഇലൈഹ, എന്തിനാണ് അതേ വർഗത്തിൽ നിന്നുള്ള ഇണകളെ തന്നത്? ഈ ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് ചായണം, അവരിലേക്ക് അടുക്കണം, അവരിൽ സമാധാനം കാണണം, അല്ലേ? ഈ സമാധാനത്തിൻ്റെ വിഷയത്തിൽ പാരസ്പര്യം ആണങ്ങോട്ടും പെണ്ണിങ്ങോട്ടും കൊടുത്തു വാങ്ങി, അങ്ങനെയാണ്, അതിനാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ കഫാഅത്ത്, എന്താ കഫാഅത്ത്? എന്താ കഫാഅത്ത്? വിവാഹത്തിൽ കഫാഅത്തില്ലേ? അറിയില്ലേ? കഫാഅത്ത് എന്താ? കുഫു വെക്കുക എന്നറിയില്ലേ? എന്താ കുഫു വെക്കുക? വെറും തറവാട് മാത്രം കുഫ്. കുഫു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർത്തുൽ കഫാഅത്തി സിത്തത്തുൻ ഖദ് ഹുർരിറത് യുംബിക അൻഹാ ബൈതു ഷെയരിൻ മുഫ്രദു. ഒരു കവിതയാണ്, ഈ ഫിഖ്ഹിൽ ഉള്ള ഒരു കവിത, അതിൻ്റെ ഒരു ഭാഗമാണ്. ഷർത്തുൽ കഫാഅത്താകുന്ന ഷർത്ത്, വിവാഹത്തിന് കുഫു വക്കൽ ഷർത്താണോ അല്ലേ? അത് സിത്തത്തുൻ, 6 ഷർത്തുണ്ട്. കദുഹിറിറത്ത്, പിന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യുംബിക അൻഹ ബൈത്തു ഷെയരി മുഫ്രദു, ഒരു കവിത നിനക്ക് 6 കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് ഈ കഫാഅത്ത് അവരാണ് നസബുൻ വദീനുൻ സുൻഅത്തുൻ ഹുർരിയത്തുൻ ഫഖ്ദുൽ ഉയൂബ് വഫിൽ യസാരി തറദ്ദുദു എന്നാണ്. യസാരി തറദ്ദുദു, ഇതാണ് 6. എത്ര? 1 2 3 4 5 6. ഒരു കവി പറയാണ്, ഷർത്തുൽ കഫാഅത്തി സിത്തത്തുൻ, ഈ കുഫു വെക്കുക എന്നുണ്ടല്ലോ, അത് 6 വിഷയങ്ങളിലാണ്. കദുഹിറത്ത് യുംബിക അൻഹ ബൈത്തു ഷെയരിൻ, ഒരു കവിത നിനക്കത് 6 പറഞ്ഞു തരുന്നിട്ട് പറയാണ് നസബുൻ വദീനുൻ വസുൻഅത്തുൻ ഹുർരിയത്തുൻ ഫഖ്ദുൽ ഉയൂബി വഫിൽ യസാരി തറദ്ദുദു എന്ന് പറയുന്നത്. നസബ് പറഞ്ഞാൽ തറവാടൊക്കെ. ദീനു എന്ന് പറഞ്ഞാൽ ആദർശം, ദീന് സ്വഭാവം, ദീനി നിഷ്ഠ. അത് സുന്നത്ത് പറഞ്ഞാൽ തൊഴിൽ. ഹുർരിയത്ത് സ്വാതന്ത്ര്യം. ഫഖ്ദുൽ ഉയൂബ് ഐബുകളില്ലാതിരിക്കുക, കുറവുകളില്ലാതിരിക്കുക. പിന്നെ അൽ യസാർ എന്ന് പറഞ്ഞാൽ സമ്പത്ത്. റഹ്മക്കല്ലാ. വഫിൽ യസാരി തറദ്ദുദുൻ, സമ്പത്തിൻ്റെ വിഷയത്തിൽ തറദ്ദുദുണ്ട് എന്നാണ്. അതായത് സമ്പത്തിന് കുഫു വെക്കണോ വേണ്ടേ എന്നുള്ളത്. ഇതെന്താ ഈ പറയുന്നത്? ഈ വിഷയം എന്താ? ഇപ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ അല്ലേ, ആണുമുണ്ട് പെണ്ണുമുണ്ട് അല്ലേ? ആണും പെണ്ണുമുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലിതസ്കുനു ഇലൈഹ, ആണ് പെണ്ണിലും സമാധാനം കാണണം. ഈ സമാധാനം സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, മനസ്സിന് സമാധാനം വേണം, തലച്ചോറിന് സമാധാനം വേണം. ഈ സമാധാനത്തോടൊപ്പം ഇത് വേണം, നാവിനും സമാധാനം വേണം. ഇങ്ങനെ ചടപട ഒരു അറ്റം അല്ലെങ്കിൽ മറ്റൊരറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതല്ലേ?
അപ്പം അതില്ലാത്ത ഒരു സമാധാനപൂർണ്ണ ജീവിതം അതാണല്ലോ വേണ്ടത്. അപ്പം അത് ഉണ്ടാകാൻ അവിടെ ഇത് ചർച്ച. സെയ്ദ് ബിൻ ഹാരിസ ആരെ കല്യാണം കഴിച്ചു? സൈനബിനെ കല്യാണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ വിവാഹം കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനാൽ സൈനബ് സമ്മതിച്ചു. സെയ്ദ് ബിൻ ഹാരിസ അദ്ദേഹം ഒരു മൗലയാണ്. മൗല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു തറവാടിയായ അറേബ്യൻ ഗോത്രക്കാരനാണ്. അദ്ദേഹം നിസ്സാരക്കാരനല്ല, ബനു കെൽബ് ഗോത്രമാണ്. ബനു കെൽബ് എന്ന് പറഞ്ഞാൽ അറബി ഗോത്രങ്ങളിൽ വലിയ വേരുള്ള വലിയൊരു മഹാഗോത്രമാണ്, നല്ല ഗോത്രമാണ്. ദിഹ്യ അൽ കെൽബിയൊക്കെ ആ ഗോത്രത്തിലുള്ള മെമ്പർമാരാണ്. അറേബ്യൻ ഗോത്രമാണ്, അറിയപ്പെട്ട ഗോത്രമാണ്. പക്ഷെ അദ്ദേഹത്തെ ആ ഗോത്രത്തിൽ നിന്ന് ബന്ദിയായി പിടിക്കപ്പെട്ടു, മൗലയായി അടിമയായിട്ട് പിടിക്കപ്പെട്ടു. കുറേ കാലം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മൗലയായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനത്തിന് കൊടുത്തു. ആ സെയ്ദിനെയാണ് ആര് കല്യാണം ആർക്ക്? സൈനബ് അവർ ഖുറൈശിയത്താണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കല്യാണം കൊണ്ടുവന്നപ്പോൾ സെയ്ദാണെങ്കിലോ വളരെ സുന്ദരനാണ്, സുമുഖനാണ്, നല്ല ശാരീരിക കാന്തിയുള്ള മഹാനാണ്. പക്ഷേ മൗലയായിരുന്നു. റസൂൽ മോചിപ്പിച്ചില്ല, മൗലയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കൊണ്ടുവന്നപ്പോൾ സൈനബ് സമ്മതിച്ചു. പക്ഷേ സെയ്ദ് അറയിലേക്ക് വരുമ്പോൾ സൈനബ് ഒരിക്കലും കൂട്ടാക്കില്ല. തൻ്റെ ഒരു ജീവിത സഖിയായിട്ട് സൈനബിന് ഉൾക്കൊള്ളാൻ കഴിയണേയില്ല. ഈ കുറേ മാസങ്ങൾ നീണ്ടു നിന്നു ഈ അവഗണന. സെയ്ദ് വരുമ്പോഴൊക്കെയും സൈനബിൻ്റെ ഈ ഒരു അവഗണന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് സെയ്ദ് എപ്പോഴും സങ്കടപ്പെടും സൈനബ് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി പറയും, ഇത്തഖില്ല അംസിക അലൈക സൗജക്, അള്ളാഹനെ സൂക്ഷിച്ചോ, ഭാര്യയാണ് നിലനിർത്താൻ പറയും. ആരോട്? സെയ്ദിനോട്. പക്ഷേ സെയ്ദ് എത്ര പറഞ്ഞിട്ടും രക്ഷല്ല. അവസാനം അത് തലാഖിൽ കലാശിച്ചില്ലേ. ഫലമ്മ ഖളാ സെയ്ദും മിൻഹാ വത്റൻ, അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് അള്ളാഹു കല്യാണം കഴിച്ചു കൊടുത്തത് സൈനബിനെ. സവ്വജനാക. വിഷയം ഇതാണ്. ഇവിടെ നോക്കി, അള്ളാഹു പറഞ്ഞതിൽ തസ്കുനു ഇലൈഹ എന്നുള്ളത് വന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ അൽ കഫാഅത്ത് വിവാഹ ജീവിതത്തിൽ ഒരുമ്പെടുമ്പോൾ ആണും പെണ്ണും തമ്മിൽ അവർക്ക് കഫാഅത്ത് വേണോ വേണ്ടേ എന്നുള്ള ചർച്ച വരുന്നത്. അത് ഏത് വിഷയത്തിൽ? ഒന്ന് നസബ്, കുടുംബം. അറേബ്യൻ ഗോത്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ കബീലകളിൽ ഉപകബീല ഗോത്രങ്ങൾ, ഈ ഗോത്രങ്ങളിൽ തറവാടുകൾ, ഇത് ഭയങ്കര വിഷയമാണ്. അണ്ടിയാണോ മൂത്തത്, മാങ്ങയാണോ മൂത്തത് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് അറേബ്യൻ ഗോത്രങ്ങളിൽ ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇപ്പോൾ ഈ ഇഷ്കാല് പോലെ ചില വിഷയങ്ങൾ ഉണ്ട്. അതാണ് ഈ നസബിൻ്റെ വിഷയത്തിൽ കഫാഅത്ത്, ഒരേ തറവാട്, അത് ഷർത്താക്കിയ ഫുഖഹാക്കളുണ്ട്. പിന്നെ ദീൻ, ഇതിൽ ഖിലാഫില്ല. ഇത് കഫാഅത്ത്, നസബിൽ കഫാഅത്ത് ഉണ്ടല്ലോ, തുല്യത അത് വേണമെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫുഖഹാക്കളുടെ ഒരു വിഭാഗം അത് ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, വേറൊരു വിഭാഗം ഇല്ല, അത് പരിഗണനീയമല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ എല്ലാവരും ഓക്കെയാണ്. ദീനിൽ കഫാഅത്ത് വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മു സുലൈം അൽ അൻസാരിയെ അബൂ തൽഹ വിവാഹം അന്വേഷിച്ച് വന്ന്. അബൂ തൽഹ അന്ന് മദീനയുടെ ചരിത്രത്തിൽ അബൂ തൽഹക്ക് ഒരു അനിഷേധ്യനായ വ്യക്തിത്വമാണ്. ഒരു വിവാഹ ജീവിതത്തിന് ഒരു പൗരുഷം ഉണ്ടല്ലോ, അത് നല്ല രീതിയിലുള്ളൊരു മഹാനായിരുന്നു അബൂ തൽഹ. പക്ഷേ ഉമ്മു സുലൈമിനെ വിവാഹം അന്വേഷിച്ച് വന്നപ്പോൾ ഉമ്മു സുലൈം പറയാണ്, യാ അബാ തൽഹ മാ മിസ്ലുക യുറദ്. അബൂ തൽഹ, അങ്ങേപ്പോലുള്ള ഒരാളൊരു വിവാഹം അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരസ്കരിക്കപ്പെടാൻ പാടുള്ളതല്ല, നിങ്ങളെ തിരസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പക്ഷേ വലാകിന്നക റജുലുൻ കാഫിർ, നിങ്ങളൊരു കാഫിറാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് മഹറായിട്ട് അത് മതി, വേറെ ഒന്നും തരണ്ട. എൻ്റെ മഹർ, അത് ഏറ്റവും നല്ല മഹർ ഉമ്മു സുലൈമിൻ്റെ മഹറാണ് ഇസ്ലാമിൽ. അബൂ തൽഹ ഇസ്ലാം സ്വീകരിച്ച് എന്നിട്ട് ആ മഹറിലാണ് ഉമ്മു സുലൈം കല്യാണം കഴിച്ചത്. അവിടെ ദീൻ ഉണ്ടല്ലോ, അതിൽ കുഫ്.
അതേപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം ആയാലും പോരാ, പിന്നെ ചിലരാൾ എന്തായിരിക്കും ദീനുള്ളവരായിരിക്കും, ചിലർക്ക് ദീനിൽ പാപ്പരത്തായിരിക്കും, പേരിന് മാത്രം. അതുകൊണ്ട് തന്നെ കല്യാണം അന്വേഷിക്കുമ്പോൾ തന്നെ കാൽമ വെള്ളം പാരലുണ്ടോയെന്നാണ് ചോദിക്കുക നമ്മളവിടെയൊക്കെ. പുതിയാപ്പിളിനെ കുറിച്ച് ചോദിക്കൽ കാൽമ വെള്ളം പാരലുണ്ടോ എന്നാണ്. ഇതിൻ്റെ അർത്ഥം നിസ്കരിക്കലുണ്ടോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതാണ് അതിൽ അതിൽ ഖിലാഫില്ല. ഫളുഫർ ബിദാത്തി ദീൻ, ദീനുള്ള സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലേ, അതിനാണ് വിജയം എന്നാണ്. വിജയം. ഇതാ അതാക്കും മൻ തർദൗന ദീനഹു വ ഖുലുഖഹു, നിങ്ങളെ മകളെ കല്യാണം അന്വേഷിച്ചിട്ട് ദീനും ഹുലുക്കും സ്വഭാവവും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ ഫസവ്വിജു, കെട്ടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആണിലും പെണ്ണിലും ദീൻ അതെന്താണ്, കഫാത്ത് പരിഗണ്യാണ്. പിന്നെ സുന്നാത്ത് എന്ന് പറഞ്ഞാൽ തൊഴിൽ, ജോലി അതിൽ കഫാത്ത് വേണം. ചിലർ പറഞ്ഞ കഫാത്ത് വേണമെന്നാണ്, എന്നെങ്കിലും എന്തെടുക്കുള്ളൂ, ഇലി തസ്കുനു ഇലേഹ, ഒരു സമാധാനത്തിൻ്റെ ജീവിതം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഹുറിയത്ത്, സ്വാതന്ത്ര്യം. ഒരു ആണ് സ്വതന്ത്രനാണ്, പെണ്ണ് അടിമയാണ്, അല്ലെങ്കിൽ പെണ്ണ് സ്വതന്ത്രയാണ്, അടിമയാണ് എങ്കിൽ എന്താണ് അത് ഈ ഒരു വിഷയത്തിന് ഭംഗം വരുത്തും. അതേപോലെ തന്നെ ഈ ഫഖ്ദുൽ ഉയൂബ്, അയ്ബുകളില്ലാതിരിക്കുക, കുറവുകൾ പിന്നെ ശാരീരികമായിട്ടുള്ളതായ വൈകല്യങ്ങൾ, കുറവുകൾ അതില്ലാത്ത ഇതായിരിക്കണം രണ്ടാളും. മനസ്സിലായില്ലേ? അത് ആണ് പറയാണ് പെണ്ണിൽ ഇങ്ങനെ ആയിരിക്കണം, പെണ്ണ് പറയണം ആണ് ഇങ്ങനെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് പരിഗണനയാണ്. ശരി. പിന്നെ എസ്ആർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നെ കുഫ് പരിഗണനയാണോ, അതിൽ ഷാഫിയാക്കൾ അതാണ് ഒഫിൽ യസാരി തറദ്ദുദു എന്ന് പറഞ്ഞത്. ഇത് കഫാഅത്തിൽ പരിഗണനയാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞത് ഫുഖാഹകൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമാണിത്. ഈ വിവാഹത്തിൽ കഫാഅത്ത് ഷർത്താണോ അല്ലേ എന്നുള്ള വിഷയം. അതെന്തിനാണ് വിവാഹത്തിൽ ഈ മസല കൊണ്ടുവന്നത്? ഈ വിവാഹ ജീവിതം എന്താണ്, അതെന്തിനുള്ളതാണ്? അത് സുക്കൂൻ, സക്കീനത്തിൽ തുടരാനുള്ളതാണ്. അപ്പോൾ അതിന് ഭംഗം വരും കഫാഅത്ത് പരിഗണിച്ചിട്ടില്ല എങ്കിൽ എന്നുള്ളതാണ്. കഫാഅത്ത് പരിഗണിച്ചിട്ടില്ല എങ്കിൽ. അതുകൊണ്ടാണ് ഫുഖാഹകൾ, പ്രത്യേകിച്ച് ഹനഫികൾ അതേപോലെ ഹംബലികൾ ഒക്കെ ഈ കഫാഅത്ത്, ചിലർ പറഞ്ഞത് നിക്കാഹ് സഹീഹാകാൻ ഇത് ഷർത്താണെന്നാണ്. നിക്കാഹ് സഹീഹാകാൻ ഷർത്താണെന്നാണ്. അത് ശരിയല്ല. നിക്കാഹ് ശരിയാകാൻ ഷർത്ത് എന്നുള്ളത് ഇല്ല. പക്ഷേ ചില ഫുഖാഹകൾ പറഞ്ഞത് ഇത് സ്ത്രീയുടെ ഭാഗക്കാർക്ക്, സ്ത്രീക്കും സ്ത്രീൻ്റെ ഔലിയ ബന്ധുക്കൾക്കും ഉള്ളതാണ്. അവർ പറയാണ് കഫാഅത്ത് പരിഗണിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഫുഖാഹകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, നിങ്ങൾ സെയ്ദിന് സൈനബിനെ ഇണയായിട്ട് തിരഞ്ഞെടുത്തു. അവിടെ ഈ ഉണ്ടല്ലോ കുഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിട്ടില്ല അല്ലേ. ഇനി ഈ സെയ്ദിൻ്റെ മകൻ ഉസാമ ഇബ്നു സെയ്ദ് റസൂലുള്ളാഹിയെ കല്യാണങ്ങളൊക്കെ ഏൽപ്പിച്ചാരെ? ഫാത്തിമ ബിന്ത് ഖൈസ് അവർ ഖുറൈശിയത്താണ്. ഫാത്തിമ ബിന്ത് ഖൈസ് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയണ, റസൂലെ എന്നെ രണ്ടാൾ കല്യാണം അന്വേഷിക്കുന്നുണ്ട്, ഒന്ന് മുആവിയയാണ്, മറ്റൊന്ന് അബൂജഹമാണ്, ഞാൻ ആരെ തിരഞ്ഞെടുക്കണോ? അവർ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയുന്നത്, മുആവിയും ചോദിക്കുന്നുണ്ട്, പിന്നെ അബൂജഹം അൽ മഖ്സൂമിയും ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവരെ ആരെ സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ ഇവർ വേണമെങ്കിൽ ഫാത്തിമ ബിന്ത് ഖൈസ് അന്ന് അറിയപ്പെട്ട ഖുറൈശിയത്തായ സ്ത്രീയാണ്. മുആവിയ സുഅലൂക്കാണ്, മുആവിൻ്റെ അടുത്ത് പൈസ അല്ല അല്ലേ. ഒരിക്കലും ഫാത്തിമക്ക് റളിയല്ലാഹു അൻഹ മുആവിൻ്റെ കൂടെ ജീവിതം സാധിക്കില്ല. പിന്നെ അബൂജഹമാണെങ്കിലോ ക്ഷിപ്രകോപിയാണ്, മൂപ്പര് അടിക്കും. അതാണ് ഫലാ യദഉൽ അസാന ആതിഖിഹി എന്നാണ്, എപ്പോഴും വടി ഉണ്ടാവും മൂപ്പര മുതുകിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാണ് അബൂജഹമിനെയും കെട്ടാൻ നിൽക്കേണ്ട, മുആവിയനെയും കല്യാണം കഴിക്കാൻ നിൽക്കേണ്ട. റളിയല്ലാഹു അൻഹു ജമീ തസവ്വജി ഉസാമയെ കെട്ടാൻ പറയണം. ഉസാമ കെട്ടാൻ അത് അവർക്ക് ആലോചിക്കാൻ കഴിയില്ല ഉസാമയെ കല്യാണം കഴിക്കുന്നുണ്ട്. കാരണം ഉസാമ ഇതേപോലെ മൗലയാണ്. ഉമ്മ ഐമനാണ്. ഉമ്മ ഐമൻ
പിന്നെ റസൂലുള്ളാഹിൻ്റെ പിന്നെ ആയ, പിന്നെ സെയ്ദാണ് വാപ്പ. രണ്ടാളും മൗലമാരാണ്. അപ്പോഴാണ് റസൂലുള്ള തസവ്വജി ഉസാമ, നിങ്ങൾ ഉസാമയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉസാമ അവർ അത്ഭുതപ്പെടുക, ഞാൻ ഉസാമനെ കിട്ടി, അവർ ഖുറൈശിയത്തല്ലേ. പക്ഷേ റസൂലുള്ള തിരഞ്ഞെടുത്ത കാരണത്താൽ പിന്നെ ഫാത്തിമ ബിന്ത് ഖൈസ് ഉസാമയെ കല്യാണം കഴിച്ചു. നല്ല ജീവിതമായിരുന്നു അത്. അവരെന്നെ അതിൻ്റെ അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഇത് പരിഗണിച്ചില്ല. ഹാല ബിന്ത് ഔഫ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ പെങ്ങളാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ പെങ്ങൾ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സുഹരിയാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മൻ്റെ കുടുംബം ബനു സഹറ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സുഹരിയാണ്. ഹാല ബിന്ത് ഔഫ് സുഹരിയ ആരായിരുന്നു ഭർത്താവ്? റസൂലുള്ളാഹി ഉണ്ടാക്കിയ കല്യാണം ആരാ? ബിലാൽ ബിൻ റബാഹ്. ബിലാൽ മൗലയല്ലേ, അടിമയാണ്. ബിലാൽ കല്യാണം കഴിച്ചത് ഹാല ബിന്ത് ഔഫിനെയാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ പെങ്ങളെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇവിടെ നടന്ന വിവാഹങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയപ്പെടുന്ന ഈ ഷർത്തുകൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു നിക്കാഹിൻ്റെ സിഹത്തിനായിട്ട് പരിഗണിച്ചിട്ടില്ല. ഏതല്ലാതെ, ദീനല്ലാതെ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നിക്കാഹിന് കഫാഅത്ത് ഷർത്ത് എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളോട് ഏറ്റുമുട്ടും. പക്ഷേ ഈ ഒരു വിഷയമുണ്ട് അല്ലേ, ഈ ഒരു സുക്കൂനിൻ്റെയും സക്കീനത്തിൻ്റെ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ, അത് പരിഗണിക്കേണ്ടതായിട്ട് വരും. അതില്ല എങ്കിൽ പിന്നെ സൈനബ് അവരുടെ വിവാഹ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ചില വിഷമങ്ങൾ വരും. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കഫാഅത്തിൻ്റെ വിഷയം വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. പലരും ഫുഖഹാക്കളുടെ ഒരു വിഭാഗം നിക്കാഹ് സഹിയാകാൻ ഈ കുഫു നോക്കൽ ഷർത്താണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം ഇതാണ്, ലിയസ്കൂന ഇലൈഹ. സൂറത്ത് ആറാഫിൽ പറഞ്ഞില്ലേ, ലിയസ്കൂന ഇലൈഹ എന്ന് പറഞ്ഞു. ഇണയിൽ സമാധാനം കണ്ടെത്താൻ, ഇണയിലേക്ക് ആശ്രിതമായിട്ട് ജീവിക്കാൻ. ഞാൻ പറഞ്ഞു, ഈ ഇല പ്രയോഗിച്ചതുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യണം, ഭാര്യനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയിൽ ആശ്രിതനായിട്ട് ജീവിക്കണം. പെണ്ണ് തൻ്റെ ഭർത്താവിൽ ആശ്രിതനായിട്ട് ജീവിക്കണം. ഈ വ്യതിചലിച്ച സ്ഖലിച്ച ജീവിതങ്ങളുണ്ടല്ലോ, അത് പാടുള്ളതല്ല. സ്ഖലിതമായ ജീവിതങ്ങൾ പാടില്ല എന്നുള്ളതാണ്. തയ്യബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ പറയാനുണ്ടോ, അൻ ഖലഖ ലക്കും. പിന്നെ അള്ളാഹു പറയുന്നത് വജഅല ബൈനക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു ബൈനക്കും നിങ്ങൾക്കിടയിൽ, നിങ്ങൾ അസ്വാജിനിടയിൽ അള്ളാഹു സൃഷ്ടിച്ചു, നിശ്ചയിച്ചു മവദ്ദതൻ വറഹ്മതൻ. എന്താ മവദ്ദത്ത്, എന്താ റഹ്മത്ത്? മവദ്ദ എന്താ, റഹ്മത്ത് അപ്പോൾ മവദ്ദത്ത് മഹബത്തുമാണ്, സിയാദത്തുമാണ് എന്നാ പറയാം. മവദ്ദത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് മഹബത്താണ്. മഹബത്താണ് സ്നേഹം. ഈ മവദ്ദത്ത് മഹബത്ത് ഉണ്ടല്ലോ, അത് വിശദീകരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മാറ്റ് കുറയും എന്നുള്ളതാണ്. ഒരാൾ അതിനെ നിർവചിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിർവചിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ മാറ്റ് കുറയും. ആർക്കും അതിനെ നിർവചിച്ചിട്ട് അതിനെ ഫലിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ മവദ്ദത്ത് എന്ന് പറഞ്ഞെങ്കിൽ മഹബത്തുമാണ്, ഉവ സിയാദത്തുൻ എന്നാണ്. അവ മഹബത്ത് മാത്രമല്ല, സ്നേഹം മാത്രമല്ല, പിന്നെ എന്തുണ്ട്, സ്നേഹത്തോടൊപ്പം ചില വികാരങ്ങൾ, ചില വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈസാർ എന്നാണ്. അതേപോലെ തന്നെ മൈൽ, അതേപോലെ തന്നെ നുസ്രത്ത്, അതേപോലെ തന്നെ ഹിമായത്ത്. സ്നേഹത്തോടൊപ്പം ഈസാർ, പ്രാമുഖ്യം കൽപ്പിക്കുക, അന്യോന്യം. ആണ് പെണ്ണിനെ, പെണ്ണ് ആണിനെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ എന്ത് ചെയ്യുക, പരിഗണിക്കുക, പ്രാമുഖ്യം കൽപ്പിക്കുക. മൈൽ എന്ന് പറഞ്ഞെങ്കിൽ അവരിലേക്ക് ഒത്തുള്ള
ഒരു ജീവിതം. നുസ്രത്ത് സ്നേഹിക്കുന്നതോടൊപ്പം സഹായിക്കൽ, അതേപോലെ തന്നെ ഹിമായത്ത് സംരക്ഷണം നൽകൽ. അതാണ് ഇതിൽ പിന്നെ ഭാഷാ നിഘണ്ടുക്കളിൽ മവദ്ദത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇണകൾക്കിടയിൽ മവദ്ദത്തിനെ സൃഷ്ടിച്ചു, നിശ്ചയിച്ചു. മഹബത്ത് എന്നുള്ള സ്നേഹവും സ്നേഹത്തോടൊപ്പം പരിഗണന, പ്രാമുഖ്യം കൽപ്പിക്കൽ. അതേപോലെ തന്നെ മൈൽ, പിന്നെ മനസ്സിൻ്റെ ചായ്വ്, അതേപോലെ തന്നെ സഹായിക്കൽ, അതേപോലെ തന്നെ ഹിമായത്ത് സംരക്ഷണം നൽകൽ. സ്നേഹത്തോടൊപ്പം ഇതും കൂടി ഉണ്ടാകുമ്പോഴാണ് എന്ത് മവദ്ദത്ത്. റഹ്മത്ത് എന്താ? റഹ്മത്ത് കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാമീണർ മദീനയിൽ വന്നപ്പോൾ തമീമികൾ, ബനു തമീം ഗോത്രം മദീനയിൽ നിന്ന് റസൂലുള്ള പേരക്കുട്ടീൻ്റെ അടുത്ത് ഉമ്മ വെച്ചു, ഹസൻ കുട്ടീൻ്റെ അടുത്ത് ഉമ്മ വെച്ചു. അപ്പോൾ അഖ്റ ബിൻ ഹാബിസ് എന്നവർ പറയുകയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഇതുവരെ ഞാൻ ഒന്നിനും ഉമ്മ എടുത്തിട്ടില്ല. നിങ്ങളൊക്കെ കുട്ടികളെ ഉമ്മ എടുക്കുമോ എന്ന് ചോദിക്കാൻ. നിങ്ങൾ കുട്ടികളെ നാറ്റുമോ ഉമ്മ എടുക്കുമോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒന്നിനും കൊടുത്തില്ല. അറബികൾ അവർ റസൂൽ എന്താ പ്രതികരിച്ച്? നിൻ്റെ കൽബിൽ നിന്ന് അള്ളാഹു റഹ്മത്തിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ എനിക്ക് കഴിയുമെന്ന് ചോദിച്ചേ അല്ല. അപ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? അതിന് ചില പ്രതിഫലനങ്ങളുണ്ട്. അതിൽ പെട്ടാണെന്ത്? ഉമ്മ കൊടുക്കുക, സൽപെരുമാറ്റം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അതാണ് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മത്തൻ. അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്തിനെയും റഹ്മത്തിനെയും നിശ്ചയിച്ചു എന്നാണ്. അപ്പോൾ ഈ വൈവാഹിക ജീവിതത്തിൽ പുലരേണ്ടതാണെന്ത്, അല്ലെങ്കിൽ തെളിയേണ്ടതാണെന്ത്? ഒന്ന് മവദ്ദത്ത്, മറ്റൊന്ന് റഹ്മത്ത്. അത് അള്ളാഹ് പറയുന്നത് ജഅല, അള്ളാഹു ഉണ്ടാക്കി നിശ്ചയിച്ചു എന്നാണ്. അത് കൃത്രിമമായിട്ട് എന്ത് ചെയ്യേണ്ടതല്ല, കൃത്രിമമായിട്ട് പിന്നെ കാണിക്കാനുള്ളതോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ആളുകൾ പിന്നെ ഉണ്ടാക്കാനുള്ളതോ അല്ല. പിന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ? ചില പണ്ഡിതന്മാർ ഈ വിഷയമുണ്ടല്ലോ, ഇണകൾക്കിടയിൽ ദമ്പതികൾക്കിടയിലുള്ള മവദ്ദത്ത് വറഹ്മത്ത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നതാണ്, നിശ്ചയിക്കണതാണ്. അപ്പം അത് 2 പിന്നെ വികാരങ്ങൾ, 2 സ്വഭാവങ്ങൾ, 2 ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത് അതെത്ര, എങ്ങനെ, അത് മനസ്സിലാക്കാൻ ചിലർ പറഞ്ഞത് ഈ ദമ്പതികൾ ഒരാളെ പിരിയുകയാണ് എങ്കിൽ, ഇപ്പം എന്ത് ചെയ്യണം, ഒരാൾ നാട്ടിലാക്കിയിട്ട് ഗൾഫിലേക്ക് വരികയാണ് നോക്കിയാൽ, അല്ലെങ്കിൽ ജീവിതസഖി ദുനിയാവിനോട് വേർപിരിയാണ് അല്ലേ, അപ്പോൾ വായിക്കാൻ പറ്റും എത്രയാണ് ആ മവദ്ദത്ത്, എത്രയാണ് ആ റഹ്മത്ത് എന്നുള്ളത്. ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകൃതിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അള്ളാഹുവാണത് നൽകുന്നത്, അവിടെ വായിക്കാൻ പറ്റും. ഇബ്നു ഹജർ അൽ അസ്കലാനി, അദ്ദേഹത്തിന് പിന്നെ ഇവിടെ അസ്കലാനി പിന്നെ മിസറിൻ്റെ ഭാഗത്തല്ലേ, മിസറിലാണ്. അദ്ദേഹം ഹദീസ് പഠിച്ച് ഉള്ള യാത്രയിൽ ഹലബിലെത്തി. ഹലബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹലബ് ഇറാഖിൽ അതിൻ്റെ വടക്ക് ഭാഗത്താണ് ഹലബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടുകൾക്ക് അതിൻ്റെ ഇസ്സത്ത് തിരിച്ചു നൽകുമാറാവട്ടെ. ഏതായാലും ഈ ഇബ്നു ഹജർ ഹലബിലെത്തിയപ്പോൾ അവിടുന്ന് അദ്ദേഹം ലൈല അൽ ഹലബിയ എന്ന് പറയുന്ന മഹദിയെ കല്യാണം കഴിച്ചു. ലൈല അൽ ഹലബിയ. ഇബ്നു ഹജറിന് ഭാര്യയുണ്ട്, ഉൻസ് ഖാത്തൂൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതിലാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉള്ളത്, പെൺമക്കൾ. ഹലബിലെത്തിയപ്പോൾ ഈ ലൈലയെ കല്യാണം കഴിച്ച് ഈ ആയത്തിനെ വിശദീകരിക്കണോടത്ത് ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ച സംഭവമാണ്. അതാണ് ഞാനത് ഹദീസ് പഠനമാണ്. ഈ ഹദീസ് പഠനത്തിന് എന്ത് ചെയ്യില്ല, ഓരോരുത്തർക്ക് കഴിയൂല. ഒരു സ്ഥലത്തുള്ള ഹദീസ് പണ്ഡിതന്മാരെന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് ദിഗന്ധങ്ങളിൽ നിന്ന് ദിഗന്ധങ്ങളിലേക്കെന്ന പോലെ സഞ്ചരിച്ചാണ് ഈ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഹലബിലെത്തി അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ട് പിന്നെ ഇബ്നു ഹജർ മടങ്ങുകയാണ്. ലൈല അൽ ഹലബിയ മടങ്ങണില്ല ഇബ്നു ഹജറിൻ്റെ കൂടെ. കാരണം ഇബ്നു ഹജർ പിന്നെ പോണത് ഹദീസ് സ്വീകരിക്കാൻ വേറെ സ്ഥലത്തേക്കാണ്. അവിടെ
പിന്നെ താമസ സ്ഥലം, വീട്, കാര്യം, കുടുംബം ഇതൊന്നുമില്ല. അപ്പോൾ പോരേണ്ട സമയത്ത് ഇബ്നു ഹജറിൻ്റെ ആ ഒരു വേർപാട്, വേദന, അത് അദ്ദേഹം 2 വരി, 2 അല്ല, ഏതാനും കവിതകളിലാണ് എഴുതിയത്. അതിൽ റഹൽത്തു വഖല്ലഫ്തുൽ ഹബീബ ബിദാരിഹി, റഹൽത്തു വഖല്ലഫ്തുൽ ഹബീബ ബിദാരിഹി ബിറുഗ്മി ഫലം അജ്നഹ് ഇലാ ഗൈരിഹി മൈല എന്നാണ്. ഉശഗ്ഗിലു നഫ്സി ബിൽ ഹദീസി മുഅല്ലിലൻ നഹാരി വഫീ ലൈലി അഹിന്നു ഇലാ ലൈല എന്നാണ്. എന്താ പറയുന്നത്? ഭയങ്കര അർത്ഥവത്തായിട്ടുള്ളൊരു വരിയാണ്. റഹൽത്തു, അതേ പറയുന്നത് ഹലബിൽ നിന്ന് ഞാൻ യാത്ര തിരിക്കുകയാണ്. വഖല്ലഫ്തുൽ ഹബീബ ബിദാരിഹി, ഹബീബിനെ ഞാൻ അവരുടെ വീട്ടിൽ പാർപ്പിച്ചു, പിന്തിപ്പിച്ചു. അതായത് ഹബീബ് ഇവിടെ ആരാ? ലൈലയാണ്. ലൈലയാകുന്ന എൻ്റെ ഹബീബിനെ അവരുടെ വീട്ടിൽ പാർപ്പിച്ചിട്ട് റഹൽത്തു, ഞാൻ ഹലബിൽ നിന്ന് പോവുകയാണ്. ബിറുഗ്മി, റുഗ്മി എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പൂതിയില്ല, പക്ഷേ പഠിക്കാൻ പോകല്ല, നിർവാഹമല്ല, അതാണ് ബിറുഗ്മി. ഫലം അജ്നഹ് ഇലാ ഗൈരിഹി മൈല, ഞാൻ ഈ ഹബീബല്ലാത്ത ഒരാളിലേക്ക് ആഗ്രഹം പൂണ്ടിട്ടുള്ള പോക്കല്ല, പോകാൻ അനിവാര്യമായിട്ടുള്ള ഒരു യാത്രയാണ്. വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുകയല്ല ഞാൻ, പിന്നെ ഇവരെ വിട്ടിട്ട് അനിവാര്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. എന്നിട്ട് പറയണം, ഉശാഖിലു നഫ്സി ബിൽ ഹദീസി മുഅല്ലിലൻ നഹാരി, എൻ്റെ പകലിൽ ഞാൻ ഹദീസിൽ മുഴുകി എൻ്റെ നഫ്സിനെ എന്ത് ചെയ്യും? ഞാൻ ബിസിയാക്കും. പകലിൽ എനിക്ക് ലൈലനെ കുറിച്ച് ഇല്ല. പിന്നെ ഉശാഖിലു നഫ്സി ഫിൽ ഹദീസ് മുഅല്ലിലൻ നഹാരി, എൻ്റെ പകലിൽ ഞാൻ ഹദീസിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യും? ബിസിയാക്കും എന്നിട്ട് പറയുന്നത് നഹാരി. വഫീ ലൈലി അഹിന്നു ഇലാ ലൈല എന്നാണ്. വഫീ ലൈലി, എൻ്റെ രാത്രിയിൽ, അഹിന്നു ഇലാ ലൈല, എന്താ ഞാൻ ലൈലയിലേക്ക് ഇഷ്ടം മൂത്ത്, ആഗ്രഹം മൂത്ത്, കൊതി പൂണ്ടാണ് കഴിയുന്നത് എന്ന് പറയണം. ഇവരെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഞാൻ എങ്ങനെ രാത്രി ചിലവഴിക്കും, ഞാൻ എങ്ങനെ പകൽ ചിലവഴിക്കും? പകലിൽ പ്രശ്നമല്ല, ഹദീസ് പഠിക്കുക, എഴുതുക, രേഖപ്പെടുത്തതില്ലേ, അതിൽ ഞാൻ കഴിക്കും. പക്ഷേ വഫീ ലൈലി അഹിന്നു ഇലാ ലൈല, രാത്രി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈലയിലേക്കുള്ള ഇഷ്ടം വരും, ആഗ്രഹം മൂക്കും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് എഴുതി വെച്ചിട്ടാണ് പിന്നെ ഇബ്നു ഹജർ പോണതെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഈ ഒരു വിരഹത്തിൽ ആ വരികൾ അറിയിക്കുന്ന വിഷയമുണ്ടല്ലോ, അതാണ് മവദ്ദത്ത്, അതാണ് റഹ്മത്ത്. അത് ഇപ്പം ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച്, ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് എപ്പോഴാണ് ദേഷ്യം വന്നത്? ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള ഒരു പിന്നെ പ്രയാസം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായത് എപ്പോഴാണ്? ഖാന യുക്സിറു ദിക്റഹ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ കുറിച്ച് പറയുന്നല്ല, പിന്നെ പറയുന്നത് യുക്സിർ എന്നാണ്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് പറയുന്നത് പിന്നെ ഇംറഹത്തുൻ അജൂസുൻ ഹലക്കത്ത് ഫിദ്ദഹർ, ഒരു കിളവിയായ സ്ത്രീ, അവർ മരിച്ചുപോയിട്ട് ഖദീജ റളിയല്ലാഹു വെച്ച് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെയും ഈ 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീടുള്ള ജീവിതത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആയിഷ റളിയല്ലാഹു ഇത് കേൾക്കുന്നത്. കാന യുക്സിറു ദിക്റ എന്നാണ്, എപ്പോഴും ഖദീജയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സഹാക്കൾ അത്രയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കേൾക്കുമ്പോഴാണ് പൊറുതിയത്. അപ്പോൾ പറയുന്നത് അജൂസ് മിൻ അജായിസ് ഖുറൈഷ്, ഖുറൈശികളിലെ ഒരു കിളവിയായ സ്ത്രീ, ഹംറാ ഉഷിദ്ഖൈൻ, അവരുടെ പിന്നെ മോണൊക്കെ ചുവന്ന്, ആയിഷ റളിയല്ലാഹുവിനെ അവർ നേർക്ക് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ശരിക്കും. പക്ഷേ അവർ എന്ത് ചെയ്യണം? ആ ദേഷ്യം പറയണം. പക്ഷേ ഞാൻ പറയണത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ ആ വിരഹത്തിന് അപ്പുറം ആ വികാരം പറഞ്ഞിരുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വാതിൽ മുട്ടുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ പോയി നോക്കുകയാണ് ആരാ വാതിലേക്ക്. അപ്പോൾ ഹാലയാണ്, ഹാല ബിന്തു ഖുവൈലിദ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത് ഹാലയാണെന്ന് പറയണം. അപ്പോൾ റസൂൽ ഉടനെ ഉഖ്തു ഖദീജ, ഉഖ്തു ഖദീജ ഇർതാഹലഹ എന്നാണ് റസൂൽ. ഹാല എന്ന് കേട്ടപ്പോൾ ഭയങ്കര ആശ്വസിച്ചു. ഇവിടെ ഖദീജ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടല്ലോ, അതുവരെ ഇല്ലാത്തൊരാശ്വാസം
ഹാല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായി ഉഖ്തു ഖദീജ എന്ന അനുബന്ധം പറഞ്ഞ്. അപ്പോഴൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്ത് ചെയ്യുന്നത്, ഈ രോഷം ഇളകുന്നത്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഒരു ഉണ്ടല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറയുന്ന ആ ഒരു വികാരം, അതാണ് ഈ മവദ്ദത്ത്, അതാണ് ഈ റഹ്മത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇക്രിമ ഇബ്നു അബി ജഹൽ ഉണ്ടല്ലോ, മക്കം ഫതഹിന് ഓടിയല്ലോ. ഇക്രിമ ഓടി, മക്കം ഫതഹിന് ഓടിയത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്രിമൻ്റെ തല ഒത്താൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇക്രിമ ഭാര്യ ഉണ്ട് അവിടെ മക്കത്ത്. ആരാ ഇക്രിമൻ്റെ ഭാര്യ? ഉമ്മു ഹക്കീം ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. ഇക്രിമ പാഞ്ഞ് ഭാര്യൻ്റെ അടുത്ത് നിന്നാണ് പായുന്നത്, അവിടുന്ന് പോകല്ലോ. അപ്പോൾ വേഗം ഉമ്മു ഹക്കീം റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലെ, ഇക്രിമ എൻ്റെ ഭർത്താവ് സമുദ്രമാർഗ്ഗേണ പാഞ്ഞ്, നിങ്ങൾ കൊല്ലുമെന്ന പേടിയിലാണ് പാഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അമ്മാന് തരണം, ഇക്രിമയെ കൊല്ലൂല എന്നുള്ളത്, ഞാൻ പോയിട്ട് കൊണ്ടുവരട്ടെ എന്ന് പറയണം. അപ്പോൾ റസൂൽ കൊടുക്കണം അമ്മാൻ ഇക്രിമയെ കൊല്ലൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കത്തേയിട്ട് ഉമ്മു ഹക്കീം പോവുകയാണ് മക്കയിൽ നിന്ന് മരുഭൂമി താണ്ടിയിട്ട്. അവരുടെ കൂടെ ഒരു നൗബി, ഒരു അടിമ ഉണ്ടായിരുന്നു എന്നാണ്. അവർ ഉമ്മു ഹക്കീമിനെ ഈ ചങ്ങാതി വഴിയിൽ ഉപദ്രവിച്ച ചരിത്രമൊക്കെ ഉണ്ട്. എന്തായാലും നോക്കിയേ, ഭർത്താവിനെ അന്വേഷിച്ചിട്ട് പോവുകയാണ് സമുദ്രമാർഗ്ഗേണ. എന്നിട്ട് കാണുന്നത് ചെങ്കടലിൻ്റെ തീരത്ത് വെച്ചിട്ടാണ്. എത്ര ദൂരം പോകണം? ഭർത്താവിനെ തേടി പോവാണ്. എന്നിട്ട് പറയാണ്, ഉമ്മു ഹക്കീം പറയാണ്, ഇക്രിമ പോയത്തേക്കാണ് ആ സംഭവം ഉണ്ടല്ലോ, കടലിൽ വെച്ചിട്ട് അള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇക്രിമ എന്ത് ചെയ്യുക, കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഉമ്മു ഹക്കീം അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഉമ്മു ഹക്കീം പറയാണ്, ജീതുക മിൻ ഇന്ദി അബർരിന്നാസ് വഔസലിന്നാസ്, ഏറ്റവും നല്ല പുണ്യാളൻ, അതേപോലെ ഏറ്റവും നല്ല കുടുംബബന്ധം ചേർക്കുന്ന അസ്ദഖിന്നാസ്, സത്യസന്ധനായ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ നിങ്ങൾക്കിതാ അമാന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്. അവ ഫാൽത്തി, നിങ്ങളങ്ങനെ ചെയ്തോ ചോദിക്കാണ് ആര്? ഇക്രിമ ഉമ്മു ഹക്കീമിനോട്. അതേന്ന് പറയാണ്. ഇക്രിമ എന്നെ കൊണ്ടുവരുന്നാരാണ്? ഉമ്മു ഹക്കീമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അല്ലേ. അവിടെ ആ ഇക്രിമൻ്റെ മനസ്സിൽ ഉമ്മു ഹക്കീമിൻ്റെ മനസ്സിൽ ഭർത്താവിനോട് വിരിഞ്ഞതെന്തോ, അതാണ് മവദ്ദത്ത് വറഹ്മ. ഉഹദ് യുദ്ധത്തിൽ ഹംന ബിന്ത് ജഹ്ഷിൻ്റെ സഹോദരനും അമ്മാവനും ഉഹദിൽ കൊല്ലപ്പെട്ടു. ആരമ്മാവൻ? ഹംന ബിന്ത് ജഹ്ഷിൻ്റെ അമ്മാവൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഹംനയുടെ ഉമ്മ ഉമ്മൈമത്തിൻ്റെ സഹോദരനാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് കൊല്ലപ്പെട്ടില്ല, മോനാണ്. പിന്നെ സഹോദരൻ ആരാ? അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി പറയാണ് ഹംനനോട്, ഹംന വരികയാണ് യുദ്ധത്തിൻ്റെ അവസാനത്തിൽ. ഇവിടെ അപകടം നടന്നത് അറിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഹംനനോട് റസൂലുള്ളാഹി ഹംനനെ കാണുമ്പോൾ തന്നെ 3 ആളാണ് ഹംനക്ക് നഷ്ടപ്പെട്ടത്, അമ്മോനും സഹോദരനും ഭർത്താവിലേക്ക് നമ്മൾ വരിക. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഹംന ഇഹ്തസിബി ഖാലക്കി, ഹംന നിങ്ങളുടെ ഖാൽ എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇഹ്തസിബി എന്ന് പറയാണ്. അപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഉഹന്നിഹു ലഹു ഷഹാദ, അവർ ക്ഷമിച്ചു, എന്നിട്ട് ഷഹാദത്ത് കിട്ടട്ടെ എന്ന് ആശംസിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഹംന ഇഹ്തസിബി അഖാക്കി, നിങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ക്ഷമിക്കാൻ പറയണം. അപ്പോഴും പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഉഹന്നിഹു ലഹു ഷഹാദ എന്ന് പറയണം, ഷഹാദത്ത് ആശംസിക്കാൻ. വീണ്ടും റസൂലുള്ളാഹി പറയാണ്, ഹംന ഇഹ്തസിബി സൗജക്കി, നിങ്ങളെ ഭർത്താവ് കൊല്ലപ്പെട്ടു, ക്ഷമിക്കാൻ പറയണം. ആരെ ഭർത്താവ്? മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ അത് ഇഹ്തസിബി സൗജക്കി എന്ന് പറഞ്ഞപ്പോൾ അവർക്കറിയാം ഹംസ അല്ല മിസ്അബ് വാഹസന എന്നിട്ട് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം വൽവലത്ത് വസാഹത്ത് എന്നാണ്. അവർക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റിയില്ല, അവർ കരഞ്ഞു, ഒച്ച വെച്ച് കരഞ്ഞു അല്ലേ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇന്ന ലിസൗജിൽ മർഅതി ഫീ ഖൽബിഹാ ലബിമക്കാൻ, ഒരു പെണ്ണിന് അവളുടെ മനസ്സിൽ ഭർത്താവിന് വലിയ സ്ഥാനമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അതിനോടൊരു അനുബന്ധം പറയുന്നുണ്ട്. അവിടെ നോക്കി നിങ്ങൾ, ഹംസത്ത്
എൻ്റെ രക്തസാക്ഷിത്വം അറിഞ്ഞപ്പോൾ അവർ ക്ഷമിച്ചു, ഭർത്താവ് സഹോദരൻ്റെ അറിഞ്ഞപ്പോൾ ക്ഷമിച്ചു. പക്ഷെ ഭർത്താവ് അറിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് വികാര പ്രകടനം നടത്തി, കരഞ്ഞു എന്നുള്ളതാണ് അല്ലേ. അതാണ് ഏത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ മവദ്ദത്ത് റഹ്മത്ത്, അതിൻ്റെ ഒരു ചരിത്രം അത് മനസ്സിലായത്. അതേപോലെ കുറേ വിഷയങ്ങൾ ഈ യഹ്യ അൽ ഹിന്ദി അൽ അന്ദുലുസി എന്ന് പറയുന്നൊരു പണ്ഡിതൻ, വലിയ പണ്ഡിതനാണ്. യഹ്യ അൽ അന്ദുലുസി എന്ന പേരിൽ പ്രസിദ്ധനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വലിയ ജീവിച്ച ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ച് കാലം കുറച്ചായി. അപ്പോൾ ഇദ്ദേഹം യഹ്യ അൽ അന്ദുലുസി മരണാസന്നനായപ്പോൾ അദ്ദേഹം ഒരു വസിയത്ത് എഴുതുന്നുണ്ട്. ആ വസിയത്ത് 2 വരി കവിതയാണ്, ഏതാണ് കവിതയാണ്. അതിൽ പറയുന്നത് ഇദാ മിത്തു ഫദ്ഫിന്നി ഹിദാഅ ഖലീലതി, ഇദാ മിത്തു ഫദ്ഫിന്നി ഹിദാഅ ഖലീലതി തുഖാലി തുഅബ്മി ഫി തുറാബി ഇദാമഹ വർത്തിബ് ദരീഹി മിസ്ല മാ ശാഅഹുൽ ഹവ. അതായത് അതിൻ്റെ ആശയതാണ്, മകന് യഹ്യ അൽ അന്ദുലുസി കത്ത് എഴുതുകയാണെന്ന്. ഇദാ മിത്തു, ഞാൻ മരിച്ചാൽ, ഫദ്ഫിന്നി, നീ എന്നെ മറമാടേണ്ടത് എവിടെയാണ്? ഹിദാഅ ഖലീലത്തി, എൻ്റെ ഖലീലത്തിൻ്റെ നേരെയാണ്, ഖബറിന് നേരെ നീ എന്നെ മറമാടണം. എന്തിനാണ്? തുഖാലി തുഅദ്മി ഫി തുറാബി അദ്മഹ, എൻ്റെ അസ്ഥികൾ അല്ലെങ്കിൽ എൻ്റെ ശരീരം മണ്ണിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരവുമായിട്ട് ചേരാൻ, അതുകൊണ്ട് അടുത്ത് മറമാടണം എന്ന് പറയണം. എന്നിട്ട് പറയണം റത്തിബ് ദരീഹി മിസ്ലമാ ശാഅഹുൽ ഹവ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഖബറിനെ നീ ക്രമീകരിച്ചോ. തകൂനു അമാമി ഔ അകൂനു അമാമഹ, ഞാൻ അവരുടെ ഖബറിന് മുന്നിലായാലും പ്രശ്നമല്ല, അവരുടെ ഖബർ എൻ്റെ മുന്നിലായാലും പ്രശ്നമല്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്ത് ചെയ്തോ, ദരീഹ് എൻ്റെ ഖബറുടെ നീ തർത്തീബ് ചെയ്തോ എന്ന് പറയാണ്. അവിടെ വാപ്പല്ലേ, വാപ്പ മുന്നിലായി അല്ലെങ്കിൽ പിന്നിലായി അതൊന്നും നോക്കണ്ട, എൻ്റെ ഖബർ മുന്നിലായാലും പ്രശ്നമല്ല, അവരുടെ ഖബർ മുന്നിലായാലും പ്രശ്നമല്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറമാടിയ, പക്ഷേ എന്തായിരിക്കണം? അടുത്ത് മറമാടണം, മണ്ണിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നാകാൻ. യഹ്യ അൽ അന്ദുലുസിൻ്റെ വസിയത്തിൽ നമ്മൾ വായിക്കണം. ഇപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, ഈ ഒരു വസിയത്ത് എഴുതാൻ മാത്രം ഉണ്ടല്ലോ, ദമ്പതികൾക്കിടയിൽ ഉണ്ടായത് എന്താണോ അതാണ് മവദ്ദത്ത് വറഹ്മത്ത്. ഏതായാലും നമ്മൾ സഫറുള്ള വജഅല ബൈനകും മവദ്ദതൻ വറഹ്മതൻ. ഇബ്നുൽ ഖയ്യിമൊക്കെ ഉണ്ടല്ലേ, ഇബ്നുൽ ഖയ്യിമൊക്കെ ഭയങ്കരമായിട്ട് വിശദീകരിച്ച കുറേ ചരിത്രങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള കുറേ ഒരു ഭാഗങ്ങളാണ്. അതിൽ ഒരു പണ്ഡിതൻ, അദ്ദേഹം വിവാഹം കഴിച്ചു. ഭാര്യ അറയിലേക്ക് വന്നപ്പോൾ ഈ ജുദൈരി ഏറ്റിട്ട് മുഖമാകെ എന്ത് ചെയ്തിട്ടുണ്ട്, വികൃതമായിട്ടുണ്ടായിരുന്നു. ജുദൈരി എന്നാൽ വസൂരിയൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ വസൂരി ഏറ്റിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മറ്റ് ചികിത്സയല്ല. അപ്പോൾ അത് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നന്നായിട്ട് ശരീരത്തിൽ സ്വാധീനിക്കും അതിൻ്റെ അടയാളങ്ങൾ. പ്രത്യേകിച്ച് ജുദൈരിയൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ആളാകെ വികൃതാകും. അപ്പോൾ ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഈ ഭാര്യ വന്നപ്പോൾ ഇങ്ങനെ ആകെ ജുദൈരി ആയിട്ടിട്ട് കാണാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു, അയാൾ കണ്ണ് കാണാത്ത ആളായിട്ട് അഭിനയിച്ചു എന്നാണ്. 20 വർഷം അവളോടൊത്ത് ജീവിച്ചു. അവളുടെ മുമ്പിൽ ഇയാൾ കണ്ണ് ശരിക്ക് കാഴ്ചയില്ലാത്തവനായിട്ടാണ് ജീവിച്ചത്. കാരണം എന്തിന്? ഞാനത് കണ്ടിട്ട് ഇനി അവൾക്ക് ഒരു വിരൂപയാണല്ലോ എന്നൊരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ ചരിത്രം കൊടുക്കുന്നുണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ അതായത് ഈ ഒരു മവദ്ദത്ത് വറഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈവിധ്യം, അതിൻ്റെ ഒരു വൈപുല്യം എത്ര എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇതിൻ്റെ അങ്ങനത്തെ ഓരോ ഉദാഹരണം. അബ്ദുൽ കരീം അൽ അസ്മാഇ ഒരു ആറാബിയത്തിനെ കാണുന്നുണ്ട്. ആറാബിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ സ്ത്രീ, ആരോടും മിണ്ടൂല്ല എന്നാണ്.
അപ്പോൾ അസ്മായി പറയാണ് ഇവരിങ്ങനെ തന്നെ ഹർസ ആണോ, ഹർസ എന്ന് പറഞ്ഞാൽ ചെകിടൻ, സംസാരിക്കാത്ത ആൾ, പൊട്ടനാണോ എന്ന് ചോദിക്കാണ്. അപ്പോൾ അറാബിയത്ത് പിന്നെ ശരിക്കും ചെകിടത്തി അല്ല അത്. പിന്നെയോ അവരുടെ സ്വരം ഭയങ്കര നഗമത്തായിരുന്നാണ്, ഭയങ്കര വശ്യമായിരുന്നു എന്നാണ്, നല്ല ഒരു ഈണുള്ള സ്വരമായിരുന്നു. ഭർത്താവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് അതിൻ്റെ സ്വരം. പക്ഷെ ഭർത്താവ് മരിച്ചു, ഭർത്താവ് മരണപ്പെട്ടു. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടതിൽ പിന്നെ ആ അറാബിയത്ത് പറയാണ് എൻ്റെ ഭർത്താവിന് എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ സ്വരമാധുര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഞാനത് ഇനി മറ്റൊരാളെ കേൾപ്പിക്കൂല, അത് എൻ്റെ ഭർത്താവിനായിട്ട് ഞാൻ വയ്ക്കാം എന്നാണ്. അത് അസ്മായി പറയാണ് ഒരാളോട് അത് മിണ്ടണ കണ്ടിട്ടില്ല. അപ്പോൾ അസ്മ പറയാണ് ഇവള് ഹർസ ആണോ, ഹർസ എന്ന് പറഞ്ഞാൽ ചെകിടത്തിയാണോ, മിണ്ടാത്തോളാണോ എന്ന് പറഞ്ഞു എന്നാണ്. ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഖലീഫയായിരിക്കെ അന്നത്തെ മന്ത്രി സുലൈമാൻ ഇബ്നു അബി സുഫ്ര എന്നിവരാണ്. ഈ രണ്ട് സുലൈമാന്മാർ, രാജാവും മന്ത്രി, രണ്ട് സുലൈമാന്മാർ, അവർ യാത്ര പോവാണ്. യാത്ര പോകുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു ഖബറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കരയാണ്, ഖബറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, കരയല്ല, അവർ ഖബറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഖലീഫയല്ലേ, മന്ത്രിയല്ലേ, ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കൂട്ടത്ത് ഒരു വിജനതയിൽ ഒറ്റയ്ക്ക് ഇരിക്കണതാണ്. അപ്പോൾ അവരടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു ഖബറിൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചരിത്രത്തിൽ കാണാൻ അങ്ങനെ കാറ്റടിച്ചപ്പോൾ നിഖാബ് പാറിയതാണ് ഈ സ്ത്രീയുടെ മുഖത്ത്. അപ്പോൾ അവരൊരു സൂര്യന് സമാനം ഒരു സുന്ദരിയായ ഒരു യുവതിയാണ്, ചെറുപ്രായക്കാരിയാണ്, യുവതിയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് മന്ത്രി സുലൈമാൻ ഇബ്നു അബീ സുഫ്ര ചോദിക്കണം. പറയുകയാണ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, അവരുടെ ഖബറാണിത്, ഞാൻ അവിടെയാണ് ഇരിക്കണതെന്ന് പറയാം. അപ്പോൾ മന്ത്രി എന്നിട്ട് ഖലീഫിനോട് പറയാണ്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനോട് പറയാണ്, ഇങ്ങനെ ഒരു വിധവയായ സ്ത്രീയാണ്, ചെറുപ്രായക്കാരിയാണ്, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അവർ അതിൻ്റെ ദുഃഖത്തിൽ അവിടെ ഇരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഖലീഫ അവരെ വിവാഹം അന്വേഷിക്കുകയാണ്, മന്ത്രിനെ പറഞ്ഞയക്കാണ്. തുരീദീന ഫി അമീറുൽ മുഅ്മിനീന ബഅലൻ, അമീറുൽ മുഅ്മിനീന നിങ്ങൾക്ക് ജീവിത സഖിയായിട്ട് ഇനി വേണോ, രാജ്ഞിയായിട്ട് ജീവിക്കാൻ അവസരമുണ്ട്, വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് 2 വരി കവിതയാണ്. ആ സ്ത്രീ അവർ പറയാണ്, ഇൻ തസ്അലാനി അൻ ഹവായ ഫഇന്നഹു ബിമഹ്ഫൂരി ഹാദൽ ഖബ്രി യാ ഫതയാനി വഇന്നി ലഅസ്തഹീഹി വത്തുർബു ബൈനനാ കമാ കുൻതു അസ്തഹീഹി വഹുവ യറാനി എന്ന് പറയുന്നത്. ഇൻ തസ്അലാനി അൻ ഹവായ, ഇവരോട് 2 പേരോട് പറയുന്നത്, സുലൈമാനോട് പറയാണ്, 2 സുലൈമാന്മാരല്ല, അവരോട് പറയാം, ഇൻ തസ്അലാനി നിങ്ങൾ ഇരുവരും എന്നോട് ചോദിക്കുകയാണ്, അൻ ഹവായ എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ഇഷ്ടം ബിമഹ്ഫൂരി ഹാദൽ ഖബർ, ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിനടിയിൽ കിടക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. യാ ഫതയാനി, അവർ 2 യുവാക്കളാണ്. എന്നിട്ട് പറയുന്നത് വ ഇന്നി ലഅസ്തഹീഹി വത്തുർബു ബൈനന, ഇപ്പം എൻ്റെയും ഭർത്താവിൻ്റെയും ഇടയിൽ മണ്ണാണ്, 6 അടി മണ്ണിന് ചുവട്ടിലാണ് അയാൾ, മണ്ണാണ്. എന്നിട്ടും ഞാൻ ആ ഭർത്താവിൻ്റെ വിഷയത്തിൽ ലജ്ജാവതിയാണ്. കമാ കുൻതു അസ്തഹീഹി വഹുവ യറാനി, അദ്ദേഹം മണ്ണിന് മുകളിൽ എൻ്റെ കൂടെ ആയിരിക്കെ, എന്നെ കാണുന്നവനായിരിക്കെ എത്രമാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ലജ്ജയുള്ളവളാണ്, അത്ര തന്നെ ഇപ്പോഴും ഞാൻ ലജ്ജയിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആകാനുള്ള അവസരം എന്ത് ചെയ്തു, അവർ തിരസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ഭർത്താവിനോടുള്ള അവരുടെ ആ കൂറ് അതാണ് മവദ്ദത്ത് റഹ്മത്ത്, വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം മനസ്സിലായത്. കുറേ ചരിത്രങ്ങളിലൂടെയാണ് ഈ ഒരു ഭാഗത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വിരഹത്തിൻ്റെ സമയത്തുണ്ടല്ലോ, വിരഹങ്ങൾ പല രീതിയിൽ, മരണപ്പെട്ടിട്ടുള്ള വിരഹം, അതേപോലെ തന്നെ അല്ലെങ്കിൽ യാത്ര പോകുമ്പോഴുള്ള ആ ഒരു വിരഹം. അപ്പോൾ ആ സന്ദർഭങ്ങളിലുണ്ടല്ലോ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പറയുന്ന പിന്നെ വികാരത്തിൻ്റെ വരികൾ, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരാഴം എത്ര, അതിൻ്റെ വലിപ്പം എത്ര എന്നുള്ളതൊക്കെ, അതെന്ത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത് പല പണ്ഡിതന്മാരും. അലാ കുല്ലി വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.